ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഇഡ്ലിക്കും അപ്പത്തിനൊക്കെ പറ്റിയ ഒരു സാമ്പാറിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. നമ്മുടെ കയ്യിൽ ഒരു വെജിറ്റബിൾസും എടുക്കാനില്ലാത്ത ടൈമിൽ കുറച്ച് ഉള്ളി ഉണ്ടെങ്കിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സാമ്പാറിൻ്റെ റെസിപ്പിയാണിത്. ഇത് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു 1/4 കപ്പ് പരിപ്പ് കഴുകി വൃത്തിയാക്കി ഇതാ കുക്കറിൽ ഇട്ടെടുത്തിട്ടുണ്ട്. ഇത് സാമ്പാർ പരിപ്പാണ്, ഇത് തന്നെ എടുക്കണം. അപ്പോൾ ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ. അതിനോടൊപ്പം തന്നെ 1 ടേബിൾ സ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക. ഞാനിതിൽ 4 കപ്പ് വെള്ളം, അതായത് 1 ലിറ്റർ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതും കൂടി ഒഴിച്ച് നമുക്ക് കുക്കർ മൂടി വെച്ച് ഫ്ലെയിം ഓൺ ആക്കാം. കുക്കർ ഫസ്റ്റ് വിസിൽ വരുന്നവരെ ഹൈ ഫ്ലെയിമിലിട്ട് കത്തിക്കുക. പിന്നെ ഒരു 4 ഫ്ലെയിം വരുന്നവരെ സ്ലോ ഫ്ലെയിമിലിട്ടിട്ടും വേവിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള വാളംപുളി എടുത്തിട്ടുണ്ട്. അതിലേക്ക് തിളച്ച വെള്ളം ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് അത് കുതിർത്തിയെടുത്ത് പിഴിഞ്ഞെടുക്കേണ്ടതുണ്ട്. അപ്പോൾ അത് കുതിരാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ സാമ്പാർ ഉണ്ടാക്കുന്ന ചട്ടി ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ ചൂടായാൽ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റായ ചെറിയ ഉള്ളി തൊലി കളഞ്ഞ് വൃത്തിയാക്കി എടുത്തതാണ്, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇതൊരു 1.5 കപ്പ് ചെറിയ ഉള്ളി ഉണ്ട്, ഒരു 200 ഗ്രാം ഉണ്ടാവും. അപ്പോൾ അത് ചേർത്ത് കൊടുക്കുക. ഇത് ചെറുതായി ഒന്ന് വഴണ്ടി വന്നാൽ ഇതിലേക്ക് ഒരു 3 പച്ചമുളക് നടുകെ കീറിയതും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് നന്നായി വഴറ്റിയെടുക്കാം. സ്റ്റൗ മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ച് ഒരു 3 മിനിറ്റ് നേരം ഞാനിത് നന്നായി വഴറ്റി കൊടുക്കുന്നുണ്ട്. ഇത് 3 മിനിറ്റ് നേരം വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു തക്കാളി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. തക്കാളി ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു 2 മിനിറ്റ് കൂടി നന്നായിട്ട് വഴറ്റിയെടുക്കാം. പിന്നീട് തീ ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ച ശേഷം ഇനി നമുക്കിതിലേക്ക് വേണ്ട പൊടികൾ ചേർത്ത് കൊടുക്കാം. ആദ്യമായിട്ട് 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. അത് നന്നായിട്ട് പച്ചമണം പോകുന്നവരെ നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇങ്ങനെ 1 മിനിറ്റ് ഈ പൊടികൾ ഇട്ടിട്ട് നന്നായി വഴറ്റിയതിന് ശേഷം ഇനി ഇതിലേക്ക് നേരത്തെ കുതിരാൻ വെച്ച പുളി പിഴിഞ്ഞ വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതൊഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് കായപ്പൊടി 1 ടീസ്പൂൺ ചേർക്കുക. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പുകൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ച പരിപ്പ് ചേർത്ത് കൊടുക്കാം. പരിപ്പ് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇത് തിളക്കുന്നവരെ ഹൈ ഫ്ലെയിമിൽ വെക്കുക. തിളച്ചതിന് ശേഷം ഒരു 2 മിനിറ്റ് നേരം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിച്ചെടുക്കാം. 2 മിനിറ്റ് ആയതിനു ശേഷം കുറച്ച് മല്ലിയില ചോപ്പ് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കുക. അതുകൂടി ചേർത്ത് മിക്സ് ചെയ്താൽ നമ്മുടെ സാമ്പാർ ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് സാമ്പാർ ഇറക്കി വെക്കാം. ഇനി ഇതിലേക്ക് ഒരു താളിപ്പ് ചേർത്ത് എടുക്കേണ്ടതുണ്ട്. അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കുക. ഉലുവ ചെറുതായി പൊട്ടി വരുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ കടുക് കൂടി ചേർത്ത് കൊടുക്കാം. കടുക് കൂടി പൊട്ടിയാൽ 2 വറ്റൽ മുളക് പൊട്ടിച്ചിട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് മൂത്തതിന് ശേഷം നമുക്കിത് സാമ്പാറിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ അടിപൊളി ഉള്ളി സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഇഡ്ലിക്കും അപ്പത്തിനൊക്കെ ഒരു അടിപൊളി കോമ്പിനേഷനാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.